ഈ PFIക്കെതിരെ എന്നെ കോടതിയിൽ അറിയിച്ചിരിക്കുന്ന വളരെ ഞെട്ടിക്കുന്ന കുറേ വിവരങ്ങളാണ്. ഇപ്പോൾ വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ജുഡീഷ്യറിയിലും അട്ടിമറി നടത്താൻ PFI ശ്രമിച്ചിരുന്നു എന്നാണ്. എന്താണ് ഇതിൻ്റെ കൂടുതൽ വിശദാംശം? വളരെ ശരിയാണ്. ഓരോ ദിവസവും ഇത് സംബന്ധിച്ച വാർത്തകൾ ഓരോന്നോരോന്നായിട്ട് പുറത്തു വരികയാണ്. NIA ഒരു ജാമ്യ ഹർജിയെ പാലക്കാട് ശ്രീനിവാസൻ എന്ന RSSൻ്റെ മുൻ പ്രചാരകനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്ക് ജാമ്യം നൽകണം എന്നാവശ്യപ്പെട്ട് വന്ന ഒരു ഹർജി പരിഗണിക്കുമ്പോഴാണ് ഈ നമ്മുടെ ദേശീയ അന്വേഷണ ഏജൻസി നിരവധി വിവരങ്ങൾ അടങ്ങിയ തെളിവുകളും രേഖകളും അടങ്ങിയ ആ കാര്യം കോടതിയിൽ സമർപ്പിക്കുന്നു. ഒരു കാരണവശാലും ഇവർക്ക് ജാമ്യം കൊടുക്കരുത്, ഇവർ പുറത്തിറങ്ങുന്നത് നാടിൻ്റെ സ്വൈര ജീവിതത്തിന് നശിപ്പിക്കും, അതിന് നാശമുണ്ടാക്കും, സമാധാന ജീവിതത്തെ ഇല്ലാതാക്കും, ഇവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വളരെ എന്താ പറയുക, നമ്മുടെ രാഷ്ട്രത്തിനും അതിൻ്റെ നിലനിൽപ്പിനും അപകടമുണ്ടാക്കുന്നതാണ് എന്നാണ് NIA സമർപ്പിച്ച വിവരങ്ങളിലുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ NIA സമർപ്പിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ ഈ ജാമ്യം നിഷേധിച്ചു കോടതി. അതായത് കോടതിക്കും അത് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ ആദ്യം പുറത്തു വന്ന വിവരം 977 പേരെ കൊല്ലാനുള്ള ഒരു ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കി വച്ചിരിക്കുന്നു. അതിൽ രാഷ്ട്രീയ എതിരാളികളുണ്ട്, മതസംഘടനകളിൽപ്പെട്ടവരുണ്ട്, വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നവരുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരുണ്ടോ, അതുപോലെയുള്ള ഉയർന്ന പദവികളിൽ ഇരിക്കുന്നവരുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഏതാണ്ട് കിട്ടിയ വിവരങ്ങളനുസരിച്ച് ഒരു മുൻ ജില്ലാ ജഡ്ജി, ആലുവ സ്വദേശിയായ ഒരു മുൻ ജില്ലാ ജഡ്ജിയെ പോലും കൊല്ലാനുള്ള നീക്കം, തയ്യാറെടുപ്പ് അവർ നടത്തിയിരുന്നു. ആ ജില്ലാ ജഡ്ജിയുടെ പേരടക്കം ആണ് ഈ ഹിറ്റ് ലിസ്റ്റിൽ ഉള്ളത്. ഇപ്പോൾ ഇന്ന് നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് ജുഡീഷ്യറിയെ അട്ടിമറിക്കാൻ ഇവർ ശ്രമിച്ചു. ജുഡീഷ്യറിയെ മാത്രമല്ല, നമ്മുടെ സേനയെ, അതായത് സൈന്യത്തെ. നമുക്കറിയാം സൈന്യത്തിൽ നമ്മൾ ആൾക്കാർ ചേരുന്നത് എങ്ങനെയാണെന്നും അവരെ പരിശീലിപ്പിക്കുന്നത് എങ്ങനെയാണെന്നും അവർക്ക് അവരുടെ ഭാവി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആ സൈനികമായ അച്ചടക്കവും സംവിധാനവും ഒക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും ഒക്കെ നമുക്കറിയാം, അല്ലേ? ഒരു എന്തെങ്കിലും നമ്മുടെ രാജ്യത്തിന് നേരെ ഒരു ചെറിയൊരു ആക്രമണമെങ്കിലും ഉണ്ടായാൽ, അല്ലെങ്കിൽ നമ്മുടെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്ന ഒരു ചെറിയ സംഭവമെങ്കിലും ഉണ്ടായാൽ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് ഏറ്റവും ഒടുവിൽ കണ്ടു. നമ്മൾ പഹൽഗാമിൽ നമ്മുടെ നിരപരാധികളായ 26 മനുഷ്യരുടെ ജീവന് പകരം നമ്മൾ ചോദിച്ചത് നമ്മുടെ സൈന്യം എങ്ങനെയാണ് പെരുമാറിയതെന്നും രാജ്യത്തിൻ്റെ അഭിമാനം എങ്ങനെയാണ് വാനോളം ഉയർത്തിയതെന്നും നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്ക് അത് നൽകിയ ആത്മവിശ്വാസം എന്താണെന്നും ഒക്കെ നമ്മൾ കണ്ടു. അതിനെയൊക്കെ തകർക്കാൻ വേണ്ടുന്ന നീക്കമാണ് PFI നടത്തിയിരിക്കുന്നത്. ജുഡീഷ്യറിയിൽ നുഴഞ്ഞു കയറുക, അതായത് ഈ മജിസ്ട്രേറ്റ് ടെസ്റ്റ് എഴുതി പാസ്സായി അങ്ങനെ വരുമല്ലോ, അതിന് പ്രത്യേക പരിശീലനം കൊടുത്ത് ഈ മജിസ്ട്രേറ്റുമാരായിട്ട് ഇവരുടെ കേഡർമാരെ നിയോഗിക്കുക. അതായത് ഇവരുടെ കേഡർമാരെന്ന് ഉദ്ദേശിക്കുന്നത് ചെറിയ തലം തൊട്ട് ഇപ്പോൾ കുട്ടിയായിരിക്കുമ്പോൾ, വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ പറഞ്ഞു പഠിപ്പിച്ച് വിവിധ മേഖലകളിൽ ഡോക്ടർ, എൻജിനീയർ, പോലീസ്, വക്കീൽ, നിയമരംഗത്ത് ഒക്കെ ആളുകളെ നിറയ്ക്കുക. അങ്ങനെ നിറച്ച് അതുവഴി ഈ നിയമരംഗത്തെത്തുന്നവരെ ഈ മജിസ്ട്രേറ്റ് ടെസ്റ്റ് എഴുതി പാസ്സാക്കി ജഡ്ജിമാരാക്കുക. അതുപോലെ തന്നെ വലിയ സ്വാധീനങ്ങൾ ചെലുത്തി. ഇപ്പോൾ ഹൈക്കോടതിയും സുപ്രീം കോടതിയൊക്കെ കൊളീജിയം വഴി നേരിട്ട് ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള അവിടേക്ക് സ്വാധീനം ചെലുത്തി ജഡ്ജിമാരായിട്ട് ആൾക്കാരെ തിരികെ കയറ്റുക, ശരിക്കും പറഞ്ഞാൽ നുഴഞ്ഞു കയറ്റും. അവർ അവിടെ ഇരുന്ന് പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി പണിയെടുക്കും. അതുപോലെ സേനയ്ക്കുള്ളിൽ, നമ്മുടെ സൈന്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിനകത്ത് ജാതി മത പരിഗണനയില്ല. അവിടെ ജാതിക്ക് യാതൊരു സ്ഥാനവുമില്ല, മതത്തിന് യാതൊരു സ്ഥാനവുമില്ല. അവിടെ നമ്മുടെ ജാതിയും മതവും എല്ലാം ദേശീയതയാണ്, ഇന്ത്യൻ ദേശീയതയാണ്. ദേശീയത മാത്രമാണ് അവിടുത്തെ മുഖമുദ്ര. അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക് മതാടിസ്ഥാനത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെ അവിടെ എത്തിക്കുക, ആ സേനയിലേക്ക് ഇത്തരത്തിൽ ആൾക്കാരെ നുഴഞ്ഞു കയറ്റുക. റിക്രൂട്ട്മെൻറ്റ് നടക്കുമ്പോൾ അവരെ പരിശീലിപ്പിച്ച് നല്ല എന്താ പറയുക, ഈ പരീക്ഷകളിലെല്ലാം പാസ്സാകുന്ന, ശാരീരിക, കായിക, ബൗദ്ധിക
പരീക്ഷകളിലെല്ലാം പാസ്സായി സേനയ്ക്കുള്ളിൽ ജോലിക്ക് കയറുന്ന വിധത്തിൽ ആൾക്കാരെ പരിശീലിപ്പിച്ച് റിക്രൂട്ട് ചെയ്യുക. ഇതൊക്കെയാണ് അവർ നടപ്പാക്കാൻ ഉദ്ദേശിച്ചത്. എന്തിനാണിത്? 2047 ആവുമ്പോൾ ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാജ്യമാക്കണം, ഇവിടെ ശരീഅത്ത് ഭരണം വരണം. അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യുക. മുസ്ലിം സമുദായത്തെ പരിപൂർണമായിട്ടും കൂടെ നിർത്തുക. അതിനു വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ അവർ രൂപീകരിച്ചു, SDPI. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയ മുഖമാണ് SDPI. അതിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്തു, അവരെ പരിശീലിപ്പിച്ചു, അവരെ രാഷ്ട്രീയമായിട്ട് എങ്ങനെയൊക്കെ എന്തൊക്കെ എപ്പോഴൊക്കെ ചെയ്യണം പറയണം എന്നൊക്കെയുള്ള കൃത്യമായ പരിശീലനം അവർക്ക് നൽകി. അതിനു വേണ്ടുന്ന നരേറ്റീവ്സ്, ആഖ്യാനങ്ങൾ സൃഷ്ടിക്കാൻ പറ്റിയ ഒരു സോഷ്യൽ മീഡിയ സംവിധാനത്തെ അവർ രൂപപ്പെടുത്തി. ഇനി ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ തന്നെ ഹിറ്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് 3 വിങ്ങുകളാണ് പ്രവർത്തിക്കുന്നത്. 1 റിപ്പോർട്ടേഴ്സ് വിങ്, 2 ആംസ് ട്രെയിനിങ് വിങ്, 3 സർവീസ് വിങ്. ഇതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. റിപ്പോർട്ടേഴ്സ് വിങ് എങ്ങനെയാണ് കൊല്ലാനുള്ള ആൾക്കാരുടെ ലിസ്റ്റ് തയ്യാറാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ ആംസ് ട്രെയിനിങ് വിങ് ഈ കൊലപ്പെടുത്താനുള്ള ആൾക്കാരെ കൊല്ലുന്നവർക്ക് ട്രെയിനിങ്, അവർക്ക് പരിശീലനം നൽകുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ സർവീസ് വിങ്, ഇത് ഇവരുടെ ഈ അജണ്ടകളെല്ലാം നടപ്പാക്കാനുള്ളവർ. ഇത്തരത്തിൽ നിരവധി പ്രവൃത്തികളാണ് ഇവർ ചെയ്തു കൂട്ടിയത്. അതുപോലെ തന്നെ ഇതിനെല്ലാം വളരെ കൃത്യമായിട്ട് ചുമതലപ്പെട്ട ആൾക്കാരുണ്ട്. ആ ആളിനെ പോലീസ് അറസ്റ്റ് ചെയ്താൽ അടുത്തയാൾ ആ പദവിയിലേക്ക് വരും. അങ്ങനെ വളരെ കൃത്യമായി നെറ്റ്വർക്കെല്ലാം വളരെ കൃത്യമായിട്ട് നിർമ്മിച്ച് എടുത്തിരിക്കുകയായിരുന്നു. അത് ഈ പറയുന്നത് പോലെ അവരുടെ ഏറ്റവും വലിയ അജണ്ട എന്ന് പറയുന്നത് 1 മുസ്ലിങ്ങൾ, 2 ദളിത് വിഭാഗം, ഈ പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗം, പിന്നെ OBC, ഇവരെ പതുക്കെ അടർത്തിക്കൊണ്ടുവന്ന് തങ്ങളുടെ കൂട്ടത്തിൽ നിർത്തുക. മുസ്ലിങ്ങളെ, ഈ പറഞ്ഞ പോലെ പട്ടികജാതി പട്ടികവർഗക്കാരെ, OBCക്കാരെ, ഇവരെല്ലാം അടർത്തി തങ്ങളുടെ കൂട്ടത്തിൽ നിർത്തി അവരെ കൊണ്ട് രാഷ്ട്രത്തിനെതിരെ യുദ്ധം ചെയ്യിക്കുക. അത് എല്ലാ തലത്തിലും, അതിപ്പോൾ ഇന്ന മേഖലയെന്നില്ല, എല്ലാ മേഖലയിലും, അത് എൻജിനീയറിംഗ് മേഖലയിലായാലും ആതുര സേവന രംഗത്തായാലും പത്രപ്രവർത്തന രംഗത്തായാലും നമ്മുടെ രാജ്യത്തിൻ്റെ സേനയിലായാലും പോലീസിലായാലും ഒക്കെ നമുക്കറിയാം. കേരള പോലീസിൽ അവരുടെ ശക്തമായൊരു വിങ് പ്രവർത്തിക്കുന്നുണ്ട്, പച്ചവെളിച്ചം എന്ന പേര്. ഇത് നമ്മൾ കണ്ടെത്തി, പിന്നെ ചില പോലീസുകാരെയൊക്കെ സസ്പെൻഡ് ചെയ്തു, ഡിസ്മിസ് ചെയ്തു, അവർക്കെതിരെ നടപടികൾ വന്നു. നമുക്ക് എത്രയോ സംഭവങ്ങളുണ്ടായിരിക്കുന്നു. തൊടുപുഴ, ഞാൻ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, നിരവധി സ്ഥലങ്ങളിൽ ഈ പറഞ്ഞതുപോലെ വളരെ തന്ത്രപരമായിട്ട് പോലീസ് സേനയ്ക്കുള്ളിൽ ഇവർ നുഴഞ്ഞു കയറിയിരിക്കുന്നു. വലിയ തോതിൽ പച്ചവെളിച്ചം എന്ന് പറഞ്ഞ് പോലീസ് സേനയ്ക്കുള്ളിൽ ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം തന്നെ ഉണ്ടായിരിക്കുന്നു. ഇതെല്ലാം വളരെ കൃത്യമായിട്ട് ഇപ്പോൾ NIA കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. ഇതിൽ മുമ്പ് പല സംഭവങ്ങളും മുമ്പ് കോടതിയെ അറിയിച്ചതാണ്. പക്ഷേ ഈ ജുഡീഷ്യറിയിലും സേനയിലും നുഴഞ്ഞു കയറി നമ്മുടെ സംവിധാനത്തെ അട്ടിമറിക്കാനുള്ള PFIയുടെ ശ്രമത്തെക്കുറിച്ച് വളരെ കൃത്യമായി തെളിവ് സഹിതം നമ്മുടെ ഈ NIA, ദേശീയ അന്വേഷണ ഏജൻസി, തെളിവ് സഹിതം കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഈ പാലക്കാട് ശ്രീനിവാസൻ കൊലക്കേസിലെ പ്രതികളുടെ ജാമ്യം നിഷേധിച്ചത്. മാത്രമല്ല അത് വളരെ ഞെട്ടിക്കുന്നതാണ്. 4 പ്രതികളുടെ ജാമ്യമാണ് ഇവർ തേടിപ്പോയത്. അത് 4 പേർക്കും ജാമ്യം നിഷേധിച്ചിട്ടുണ്ട്. എന്തായാലും ഈ പറഞ്ഞതുപോലെ ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ കോടതി തന്നെ ഞെട്ടിയിരിക്കുകയാണ് ഈ റിപ്പോർട്ട് കണ്ടിട്ട് NIAയുടെ. അത് കൂടുതൽ അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കോടതികൾ കടക്കുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും PFIയെ നിരോധിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാർ. അത് കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇനി ഇപ്പം ഹൈക്കോടതിയിൽ പോയിട്ട് നിരോധനം നീക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പോയിട്ട് തോറ്റു, ട്രൈബ്യൂണലിൽ പോയിട്ട് തോറ്റു, ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുകയാണ്. ഇവരുടെ മുൻനിര നേതാക്കൾ, ഏതാണ്ട് 250-ലധികം പേർ തിഹാർ ജയിലിൽ അടക്കം ഉള്ള നിരവധി ജയിലുകളിൽ ഇപ്പോൾ കരുതൽ തടങ്കലിലാണ്. അവരുടെ കേസുകൾ വിചാരണ ആരംഭിച്ചിട്ടില്ല. പക്ഷേ താമസിയാതെ തന്നെ ചില കേസുകളിലൊക്കെ വിചാരണ നടക്കുന്നുണ്ട്. പക്ഷേ സമ്പൂർണ്ണമായുള്ള വിചാരണ ആരംഭിച്ചിട്ടില്ല. അത് വിചാരണയൊക്കെ നടന്നു വരുമ്പോഴേ നമുക്കിനി കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ ഞെട്ടിക്കുന്ന നീക്കം കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് തെളിവ് സഹിതം അത് കോടതിയിൽ റിപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ഈ അന്വേഷണ ഏജൻസികൾക്ക് സാധിച്ചു എന്നുള്ളത് വളരെ ശ്ലാഘനീയമാണ്.
അവർക്ക് അവർ അഭിനന്ദനം അർഹിക്കുന്നു. നമ്മുടെ രാജ്യത്തിന് നേരെ ഉയരുന്ന ഏത് വെല്ലുവിളിയെയും തീർച്ചയായിട്ടും അടിച്ചമർത്തണം. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും പരമാധികാരവും ഏതവസ്ഥയിലും സംരക്ഷിച്ചു കൊള്ളണം എന്നുള്ളതാണ് ഒരു ഇന്ത്യൻ പൗരൻ്റെ കടമ. അത് കൃത്യമായിട്ടും നിർവഹിക്കപ്പെടും. നമ്മുടെ ജുഡീഷ്യറിയോ നമ്മുടെ സേനയോ ഒന്നും അങ്ങനെ അട്ടിമറിക്കാൻ ലോകത്ത് ഒരു ശക്തിക്കും കഴിയില്ല എന്നുകൂടി ഈ സംഭവം തെളിയിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.